മിഷനറികളിലൂടെ കാർഷിക അഭിവൃദ്ധിക്കായി മറ്റക്കര കർഷക ചാരിറ്റബിൾ സൊസൈറ്റി. മറ്റക്കര മിഷനറികളിലൂടെ കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമാക്കി കർഷകർക്ക് കാർഷിക യന്ത്രോപകരണങ്ങൾ നൽകി മറ്റക്കര കർഷക ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ ചുവടുവയ്പിലേക്ക്. മറ്റക്കരയിൽ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയ്ക്ക് കാഴ്ചവെച്ച മറ്റക്കര കർഷക ചാരിറ്റബിൾ സൊസൈറ്റി 172ഓളം കാർഷിക ഉപകരണങ്ങളാണ് കർഷകർക്കായി വിതരണം ചെയ്തത്. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിൽ സ്മാം പെടുത്തി 28,76,421 രൂപയുടെ കാർഷിക യന്ത്രോപകരണങ്ങളാണ് കർഷകർക്കായി വാങ്ങിയത്. യന്ത്രോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പട്ടിയാലിമറ്റം സെന്റ് ആന്റണീസ് LP സ്കൂൾ ഹാളിൽ അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ തോമസ് നിർവഹിച്ചു. ഏതൊക്കെ മേഖലയിൽ വേണം? അടുത്ത പ്രാവശ്യം തൊട്ട് പഞ്ചായത്ത് കമ്മിറ്റി ആദ്യം എടുത്ത തീരുമാനങ്ങളിലൊന്നാണ് ഇതുപോലുള്ള കർഷക ഗ്രൂപ്പിൻ്റെ കർഷക പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഈ പഞ്ചായത്തിൽ ഏതൊക്കെ മേഖലയിലാണ്, കാർഷിക മേഖലയിൽ ഏതൊക്കെ മേഖലയിലാണ് തുക അനുവദിക്കുന്നത്, അങ്ങനെ അനുഭവസമ്പത്തുള്ള കർഷകരുടെ വാക്കുകൾ കേട്ടു അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാർഷിക പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരുന്ന അടുത്ത വർഷം തൊട്ട് പഞ്ചായത്ത് നടത്തുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, നമ്മൾ പഞ്ചായത്തിൻ്റെ കാർഷിക വിളയായി ഈ വർഷം മഞ്ഞൾ കൃഷിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട ലിസ്റ്റിൽ മഞ്ഞളിന് ഉള്ള അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും സബ്സിഡികളല്ല കൊടുക്കുന്നത്, മുന്നോട്ടുള്ള മാറുന്ന ഒരു കാഴ്ചപ്പാടിൽ വേണം കൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഞ്ഞളിനും മറ്റു കാര്യങ്ങൾക്ക് സബ്സിഡി കൊടുത്താൽ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ളതാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അങ്ങനെയല്ല, പഞ്ചായത്തിൽ നിന്നും നമ്മൾ മഞ്ഞൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ മഞ്ഞൾ കൃഷിക്കാരിൽ നിന്നും വാങ്ങുന്ന ഒരു കർഷക ഗ്രൂപ്പ് ഉണ്ടാകണം. ആ വാങ്ങുന്ന കർഷക ഗ്രൂപ്പ് ഈ മഞ്ഞൾ കഴുകി പുഴുങ്ങി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി പൊടിച്ച് മൂല്യവർദ്ധന ഉൽപ്പന്നമാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് മാറണം. അതായത് മഞ്ഞൾ മാത്രമല്ല, മറ്റെല്ലാ കാർഷിക വിളകളും എന്നിരുന്നാലേ കൃഷിക്കാരന് യഥാർത്ഥ വില കിട്ടിയുള്ളൂ. സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സെബാസ്റ്റ്യൻ മാമ്പുഴയ്ക്കൽ അധ്യക്ഷനായിരുന്നു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സജിത അജി സ്വാഗതവും മിനി മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മി ട്വിങ്കിൾ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. സൂക്ഷ്മജലസേചനം എന്ന വിഷയത്തിൽ ജില്ലാ കൃഷി അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവിഷ് KC, അജയ് തുടങ്ങിയവർ ക്ലാസെടുത്തു. ആശംസകൾ നേർന്നുകൊണ്ട് അകലക്കുന്നം പഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജ്യോതി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ ഉഷ ഷാജി, MS രാജു, അഭിലാഷ് K തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കാർഷിക യന്ത്രോപകരണങ്ങളിൽ കർഷകർക്ക് പരിശീലനവും നൽകി. കാർഷിക യന്ത്രോപകരണങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതോടെ മറ്റക്കരയിലെ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവേകും.